ഉറ്റവരെയും ഉടയവരെയും സമ്പത്തിനെയും സ്ഥാനമാനങ്ങളെയും ഈ ലോകത്തിൻ്റെ എല്ലാ അലങ്കാരങ്ങളെയും വിട്ട് ഒരവസാന യാത്രയുണ്ട്. ഒരിക്കൽ നമ്മെ നെഞ്ചോട് ചേർത്തവർ തന്നെ സ്നേഹത്തോടെ അവസാനമായി കുളിപ്പിക്കും, വെളുത്ത കഫൻപുട പുതപ്പിക്കും. പിന്നെ ചുമലിലേറ്റി പള്ളിയിലേക്ക് ഒരു നിശബ്ദമായ യാത്ര. ആ യാത്രയിൽ ആരും കൂടെ സംസാരിക്കില്ല. എന്നാൽ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ നിന്നുയരുന്ന തഹ്ലീലിൻ്റെയും ദുആകളുടെയും ശബ്ദം ആ യാത്രയുടെ അകമ്പടിയാകും. പള്ളിയിലെ മിഹ്റാബിന് മുന്നിൽ എന്നെ കിടത്തും. ഇന്നലെ വരെ എന്നോടൊപ്പം നടന്നവർ ഇന്ന് എനിക്ക് വേണ്ടി ജനാസ നിസ്കരിക്കും. ഒരു നിമിഷം കൊണ്ട് ഞാൻ ഓർമ്മകളായി മാറും. അതിനുശേഷം ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ചവർ തന്നെ എന്നെ ചുമലിലേറ്റി ഖബർസ്ഥാനിലേക്കുള്ള അവസാന യാത്ര ആരംഭിക്കും. കുറച്ചു നേരം മുമ്പ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നവർ ഇപ്പോൾ എന്നെ മണ്ണിലേക്ക് ഇറക്കും. അവസാനമായി കുറച്ചുപിടി മണ്ണ്, കുറച്ച് കണ്ണുനീർ, കുറച്ച് ദുആകൾ, പിന്നെ എല്ലാവരും മടങ്ങിപ്പോകും. ഞാൻ മാത്രം എൻ്റെ പുതിയ ലോകത്തിൽ എൻ്റെ പ്രവൃത്തികളോടൊപ്പം. ആ ദിവസം എന്നോടൊപ്പം ഉണ്ടാകുന്നത് സമ്പത്തല്ല, പ്രശസ്തിയല്ല, ബന്ധുക്കളല്ല, അള്ളാഹുവിനു വേണ്ടി ചെയ്ത സൽക്കർമ്മങ്ങളും ആത്മാർത്ഥമായ തൗബയും സത്യവിശ്വാസവും മാത്രമായിരിക്കും. അതുകൊണ്ട് ഇന്നുള്ള ഓരോ ശ്വാസവും വിലപ്പെട്ടതാണ്. ഇന്നുള്ള ഓരോ നിമിഷവും നന്മ വിതയ്ക്കാനുള്ള അവസരമാണ്. കാരണം ആ അവസാന യാത്ര എപ്പോൾ ആരംഭിക്കുമെന്ന് നമ്മിലാർക്കും അറിയില്ല. അള്ളാഹു നമ്മുടെ അവസാന നിമിഷം കലിമയിൽ ഉറപ്പിക്കുകയും നമ്മുടെ ഖബർ വിശാലമാക്കുകയും പരലോകത്തിൽ വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.